അല്ലേ? ഓക്കെ, ഞാൻ നിന്റെ ചോദ്യം ഞാൻ ചോദിക്കാതെ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കറക്റ്റ് പറയാം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അല്ല LDF, UDF, NDA എന്ന സഖ്യ കക്ഷികളില്ലാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കൂടുതൽ സീറ്റുകൾ കിട്ടുക? ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സീറ്റ് കിട്ടാതിരിക്കും? കേരളത്തിലെ ഏതൊക്കെ പാർട്ടികൾക്ക് എവിടേക്കാണ് ശക്തി എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഈ പോയിന്റ് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ എൻ്റെ അഭിപ്രായം, നമ്മള് ജില്ല തിരിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് കാസർഗോഡ് ജില്ല, അവിടെ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ മെയിനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് CPM വരും, രണ്ടാം സ്ഥാനത്ത് ലീഗ്, കോൺഗ്രസ്, BJP. ഈ മൂന്ന് കക്ഷികൾക്കും തുല്യ ശക്തിയാണെന്ന് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കാസർഗോഡ് ജില്ലയില് CPM-നായിരിക്കും ആധിപത്യം ഉണ്ടാവുക. കാരണം ലീഗിനും കോൺഗ്രസിനും BJP-ക്കും തുല്യ ശക്തിയാണ്. ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ കാര്യമായിട്ട് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് കാസർഗോഡിന്റെ പ്രത്യേകത. ഇനി നമ്മൾ കണ്ണൂർ എടുക്കുകയാണെങ്കിലും CPM തന്നെ ഒന്നാം സ്ഥാനത്ത് വരും. കാരണം ശക്തമായ ഒരു ഗ്രൗണ്ട് CPM-നുള്ളതുകൊണ്ട് CPM ഒന്നാം സ്ഥാനത്ത് വരും. രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസും ഒപ്പത്തിനൊപ്പം തന്നെ ലീഗ് വരും. നാലാം സ്ഥാനത്ത് BJP വരും. പിന്നെ ബാക്കി കക്ഷികൾക്ക് അവിടെ കാര്യമായിട്ട് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമ്മൾ കോഴിക്കോട് വരികയാണെങ്കിലും CPM ഫസ്റ്റ് വരും. ലീഗും കോൺഗ്രസും BJP-യും തുല്യ ശക്തികളായിരിക്കുന്നു. അവിടെയും അപ്പോൾ ഒന്നാം സ്ഥാനം CPM തന്നെയായിരിക്കും വരിക. ഇനി വയനാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം വരുമ്പോൾ CPM-ന് തന്നെ വരിക. രണ്ടാം സ്ഥാനം കോൺഗ്രസ്, ലീഗ്. മൂന്നാം സ്ഥാനം എന്താ പറയുക, വയനാട്ടിൽ ഒന്നാം സ്ഥാനം CPM-ന് തന്നെ വരും. കോൺഗ്രസ് രണ്ടാമത്, മൂന്നാമത് ലീഗ്, നാലാമത് BJP. അങ്ങനെ തന്നെ അവിടെ വരിക. മലപ്പുറത്ത് ചേഞ്ച് വരും. ലീഗ് ഒന്നാം സ്ഥാനത്ത് വരും, CPM രണ്ടാം സ്ഥാനത്ത് വരും, കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് വരും, BJP നാലാം സ്ഥാനത്ത് വരും. പാലക്കാട് CPIM ഒന്നാം സ്ഥാനത്ത് വരും, കോൺഗ്രസ്, ലീഗ്, BJP അവിടെ തുല്യമായ അവസ്ഥയിലായിരിക്കും വരിക. അപ്പോൾ CPM തന്നെയാണ് പാലക്കാട് ജില്ലയിലും ആധിപത്യം. തൃശ്ശൂർ ജില്ലയിൽ CPIM ഫസ്റ്റ്, കോൺഗ്രസ് സെക്കൻഡ്, BJP തേർഡ്, നാലാമത് ലീഗ്. പിന്നെ CPIക്ക് വളരെ ചെറിയ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ ഒരു പക്ഷെ കിട്ടാം. എറണാകുളത്ത് ആണ് കോൺഗ്രസിനെ ഫസ്റ്റായിട്ട് വരുന്നത്. പിന്നെ CPM അവിടെ രണ്ടാം സ്ഥാനത്ത് വരും. പിന്നെ BJP മൂന്നാം സ്ഥാനത്ത്. പിന്നെ കേരള കോൺഗ്രസ് ആണ് അവിടെ നാലാം സ്ഥാനത്ത് വരാനുള്ള ചാൻസ്. ഇടുക്കിയിലും CPM തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വരിക, കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത്, കേരള കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തും BJP തുല്യ ശക്തിയായിട്ട് വരും. ആലപ്പുഴയിൽ CPM തന്നെയാണ് ഫസ്റ്റിൽ വരിക, കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത്, BJP മൂന്നാം സ്ഥാനത്ത്. CPIക്ക് ചെറിയ തോതിൽ ചെറിയ ഒന്ന് രണ്ട് പോക്കറ്റുകളിൽ കുറച്ച് സീറ്റുകൾ കിട്ടാം. കേരള കോൺഗ്രസിന് വളരെ നിസ്സാരമായ ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ കിട്ടാം. കോട്ടയം CPM തമ്മിൽ ഫസ്റ്റ് വരും, കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത്, BJP മൂന്നാം സ്ഥാനത്ത്. കേരള കോൺഗ്രസിന് കുറച്ച് സീറ്റുകൾ അവിടെ കിട്ടാം. കൊല്ലം CPIM, കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത്, BJP മൂന്നാം സ്ഥാനത്ത്. CPIക്ക് വളരെ കുറച്ച് സീറ്റുകൾ കിട്ടാം. പത്തനംതിട്ടയിൽ CPM ഫസ്റ്റ്, കോൺഗ്രസ് സെക്കൻഡ്, BJP തേർഡ്. തിരുവനന്തപുരത്ത് CPM ഫസ്റ്റ്, കോൺഗ്രസ് സെക്കൻഡ്, BJP തേർഡ്. അപ്പൊ സത്യത്തിൽ കേരളത്തിലെ 14 ജില്ലകളിൽ മുന്നണി സംവിധാനം മാറ്റിവെച്ച് ഒറ്റയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുകയാണെങ്കിൽ ഒരു 12 ജില്ലയിലും CPM ആയിരിക്കും ഒന്നാം സ്ഥാനം വരിക. കാരണം ഒരു ജില്ലയിൽ മുസ്ലിം ലീഗും ഒരു ജില്ലയിൽ കോൺഗ്രസും, ബാക്കി ഒരുമാതിരി ജില്ലകൾ മുഴുവനും CPM-നെ വ്യക്തമായ ആധിപത്യത്തിലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി CPM എന്നുള്ള വ്യക്തമാവുന്ന ഒരു അവസ്ഥയാണ് സംഭവിക്കുക. കേരളത്തിലെ പല പാർട്ടികൾക്കും വാർഡുകളിൽ, മണ്ഡലങ്ങളിൽ മത്സരിക്കാനായിട്ട് ആളുകൾ ഉണ്ടാവണമെന്നില്ല. ഇനി മത്സരിച്ചാൽ തന്നെ കെട്ടിവെച്ച കാശ് കിട്ടണമെന്നില്ല.
കാരണം ഒരു 150-200 വോട്ടുകൾ വരെ കിട്ടാത്ത പല പ്രമുഖമായ പാർട്ടികളും നമുക്ക് അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 3-4 രാഷ്ട്രീയ പാർട്ടികളിൽ കേരളം ഒതുങ്ങും. പിന്നെ ഒരു പക്ഷേ നമ്മളെ ഈ താലിബാനെ പിന്തുണയ്ക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സീറ്റുകൾ കിട്ടാം. പിന്നെ സ്വതന്ത്രന്മാർക്ക് കുറച്ച് സീറ്റുകൾ കിട്ടാം. ഇതാണ് തദ്ദേശ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമ്മളെ ഈ ചാനലിൽ കാണുന്ന മുഴുവൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധ്യതയുള്ള അവരവർക്ക് സാധ്യതയുള്ള കാര്യങ്ങൾ എല്ലാവരും അഭിപ്രായം പറയാം. കാരണം ഇതൊരു രാഷ്ട്രീയ പഠനത്തിനുള്ളൊരു എന്താ പറയുക ചർച്ചയായിട്ട് മാറട്ടെ. ഇത്രയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ. താങ്ക് യു. ഓക്കെ.